ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് ശാരീരികമായോ സാമ്പത്തികമായോ മാനസികമായോ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്ന ഏതൊരു ശീലത്തെയും നമുക്കൊരു ദുശ്ശീലം എന്ന് വിളിക്കാം. അതൊരു പക്ഷേ ഡ്രിങ്കിങ്ങോ, സ്മോക്കിങ്ങോ, ഗാംബ്ലിങ്ങോ, മാസ്റ്റർബേഷനോ, പോൺ അഡിക്ഷനോ അങ്ങനെ എന്തുമാകാം. നമ്മുടെ ജീവിതത്തിലെ പുരോഗതികൾക്ക് തടസ്സം നിൽക്കും വിധം ആ ശീലങ്ങൾ മാറിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അതെല്ലാം ഉപേക്ഷിക്കേണ്ടതും അനിവാര്യം തന്നെയാണ്. നിങ്ങളൊരു വലിയ ഓട്ടമത്സരത്തിൽ പങ്കെടുക്കുകയാണെന്ന് കരുതുക. എന്നാൽ മത്സരം തുടങ്ങും മുമ്പ് തോളിൽ വലിയൊരു ഭാരമുള്ള ബാഗും തൂക്കിയാണ് നിങ്ങൾ ഓടുന്നതെങ്കിലോ തീർച്ചയായും മത്സരം അവസാനിക്കുമ്പോൾ തോളിൽ ഭാരമില്ലാതെ ഓടിയവരേക്കാൾ പുറകിലായിരിക്കില്ലേ നിങ്ങളുടെ സ്ഥാനം. ജീവിതം ഒരു ഓട്ടമത്സരമാണെങ്കിൽ നിങ്ങളുടെ തോളിൽ തൂക്കിയിരിക്കുന്ന ആ ഭാരമേറിയ ബാഗ് അതുതന്നെയാണ് നിങ്ങളുടെ ദുശ്ശീലങ്ങൾ. ദുശ്ശീലങ്ങളുടെ ഭാണ്ഡക്കെട്ടും പേറിയാണ് നിങ്ങൾ ഫിനിഷിംഗ് പോയിന്റിലേക്ക് കുതിക്കുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയത്ത് നിങ്ങൾ ഒരിക്കലും ലക്ഷ്യസ്ഥാനത്ത് എത്താൻ പോകുന്നില്ല. സ്മോക്കിംഗ് ആണെങ്കിലും ഡ്രിങ്കിങ് ആണെങ്കിലും ഇനി മാസ്റ്റർബേഷൻ ക്വിറ്റ് ചെയ്യുന്നതാണെങ്കിലും ഏതൊരു ദുശ്ശീലത്തെയും നമ്മൾ ഒറ്റയടിക്ക് ഉപേക്ഷിച്ച് 90 ദിവസത്തേക്കും മറ്റുമായി ഒരു ചലഞ്ച് എടുക്കുമ്പോൾ അത് ഇടയ്ക്ക് വെച്ച് പരാജയപ്പെട്ടു പോകാനുള്ള സാധ്യത ഏറെയാണ്. ഇതിന് കാരണം പെട്ടെന്നൊരു ദിവസം നിങ്ങൾ ആ ശീലത്തെ ഉപേക്ഷിക്കുമ്പോൾ അതുണ്ടാക്കുന്ന മാനസിക സംഘർഷമാണ്. എന്നാൽ അതിനെയൊക്കെ തരണം ചെയ്ത് സക്സസ്ഫുള്ളായി ഏതൊരു ദുശ്ശീലത്തെയും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എങ്ങനെ അകറ്റി നിർത്താം എന്നുള്ളതിനെക്കുറിച്ചാണ് ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഒരുപാട് തവണ പോണോഗ്രഫിയെക്കുറിച്ചും മാസ്റ്റർബേഷനെ കുറിച്ചും പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഇനി ഒരു എക്സാമ്പിളായിട്ട് സ്മോക്കിങ്ങിനെയാണ് നമ്മളിവിടെ എടുക്കുന്നത്. സ്മോക്കിംഗ് ഒരു ഉദാഹരണം മാത്രമാണ്. നിങ്ങൾ ഉപേക്ഷിക്കാൻ ശ്രമിക്കുന്ന നിങ്ങളുടെ ദുശ്ശീലം ഏതാണെങ്കിലും ഈ ടെക്നിക്ക് നിങ്ങൾക്ക് പരീക്ഷിക്കാവുന്നതാണ്. നിങ്ങൾ സിഗരറ്റ് വലിക്കുന്ന ഒരാളാണെങ്കിൽ ഇനി വലിക്കില്ല എന്ന് തീരുമാനിച്ച് ഒരു 3 മാസക്കാലത്തേക്ക് ഒരു നോ സ്മോക്കിംഗ് ചലഞ്ചൊക്കെ സ്വീകരിക്കുന്നതിന് പകരം നിങ്ങളുടെ ആ വലിയ ലക്ഷ്യത്തെ ചെറിയ ലക്ഷ്യങ്ങളാക്കി തിരിക്കുക. കുറച്ചുകൂടി വ്യക്തമാക്കിയാൽ ഇനി ഒരിക്കലും വലിക്കില്ല എന്ന് പറയുന്നതിന് പകരം ഒരു ദിവസത്തിൽ നിങ്ങൾ ഉണർന്നിരിക്കുന്ന ഏതെങ്കിലും ഒരു 3 മണിക്കൂർ തിരഞ്ഞെടുത്ത് ആ 3 മണിക്കൂർ നേരത്തേക്ക് എന്തൊക്കെ വന്നാലും വലിക്കില്ല എന്നൊരു പ്രതിജ്ഞ എടുക്കുക. ഒരാഴ്ച ഇതുപോലെ തുടർന്നു കൊണ്ട് പോവുക. വിജയകരമായി ഓരോ ദിവസത്തിലെയും 3 മണിക്കൂറുകളെ വീതം നിങ്ങൾക്ക് തരണം ചെയ്യാൻ കഴിഞ്ഞാൽ അടുത്ത ആഴ്ച അത് ദിവസവും 6 മണിക്കൂർ എന്നാക്കി ഉയർത്തുക. പിന്നീടുള്ള ആഴ്ചകളിൽ 12 മണിക്കൂർ എന്നും അതിനുശേഷം ഒരു ദിവസം മുഴുവനും ആ ദുശ്ശീലത്തിൽ നിന്നും വിട്ടു നിൽക്കാനുള്ള ശക്തി ആർജിക്കുക. മണിക്കൂറുകളുടെ ഈ ചലഞ്ചിനെ നിസ്സാരമായി കാണരുത്. നമ്മളുടെ വലിയൊരു ലക്ഷ്യത്തെ പടിപടിയായി നേടിയെടുക്കുന്നതിനുള്ള ഒരു മാർഗമാണിത്. നമ്മൾ ഇന്ന് കാണുന്ന ഏതൊരു വലിയ കെട്ടിടവും ഓരോ കല്ലുകളായി വെച്ച് പടുത്തുയർത്തിയതാണെന്ന് മറക്കരുത്. എന്നേക്കുമായി ഒരു ദുശ്ശീലത്തെ ഉപേക്ഷിക്കുക എന്നത് തുടക്കത്തിൽ ബുദ്ധിമുട്ടായിരിക്കും. എന്നാൽ ചില മണിക്കൂറുകൾ എന്നത് പ്രായോഗികമാണ്. ആ സമയത്ത് നിങ്ങളുടെ മനസ്സിനെ മറ്റു പ്രലോഭനങ്ങൾക്ക് കീഴ്പ്പെടാതെ പിടിച്ചു നിർത്താൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ പതിയെ ചലഞ്ചിൻ്റെ സമയദൈർഘ്യം കൂട്ടിക്കൊണ്ടുവരിക. അങ്ങനെ സ്വയം നിയന്ത്രിക്കാനുള്ള മനസ്സിൻ്റെ ശക്തി വർദ്ധിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഏതൊരു ദുശ്ശീലത്തെ വേണമെങ്കിലും മറികടക്കാവുന്നതാണ്. നിങ്ങളുടെ ലക്ഷ്യം ഓരോ പടികളായി സാക്ഷാത്കരിക്കുക. നിങ്ങൾ നിർവഹിക്കുന്ന ഓരോ കടമയും അത് എത്രമാത്രം ചെറുതായാലും നിങ്ങളുടെ ലക്ഷ്യത്തിലേക്കുള്ള ചുവടുവയ്പ്പാണ്.